ആക്ഷൻ കമ്മിറ്റിയുടെ ഭാഗത്തു നിന്നുള്ള വാർത്തകൾ നമ്മൾ വാർത്തകളായി കൊടുക്കും. അതാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ ഇന്നലെ പുറത്തുവന്ന വിവരം വധശിക്ഷ റദ്ദാക്കാൻ തീരുമാനിച്ചിട്ടുണ്ട് എന്ന വിവരം മാധ്യമങ്ങൾ സ്ഥിരീകരിക്കുന്നതെന്നാണ് ഈ പറയുന്ന ആക്ഷൻ കമ്മിറ്റിയുടെ അഭിഭാഷകനായ സുഭാഷ് ചന്ദ്രനാണ്. അപ്പോൾ മാധ്യമങ്ങൾ അങ്ങനെയാണ് വാർത്ത കൊടുക്കുക. കാരണം ഇവിടെ ഇത് വെരിഫൈ ചെയ്യാൻ സർക്കാരില്ല, സർക്കാർ ഇതിൽ ഇൻവോൾവ് അല്ല. യമൻ സർക്കാർ ഇതിനോട് പ്രതികരിക്കുന്നില്ല. പിന്നീട് പുറത്തു വരുന്നൊരു വാർത്ത, അതായത് ഈ പറയുന്ന സാമുൽ ജെറോമിൻ്റെ വാദങ്ങളെ സ്ഥിരീകരിക്കുന്ന ഒരു കാര്യം, കൊല്ലപ്പെട്ട തലാലിൻ്റെ സഹോദരൻ അബ്ദുൽ ഫത്താഹ് മഹ്ദി എന്ന് പറയുന്നയാൾ, അദ്ദേഹം BBC അറബിക്ക് കൊടുത്ത ഇൻ്റർവ്യൂ, ആ ഇൻ്റർവ്യൂ ലഭ്യമാണ്. അദ്ദേഹം പറഞ്ഞു, ഞങ്ങൾ ഒരു കാര്യത്തിലും ഒരു കൺസെൻസിന് ഞങ്ങൾ തയ്യാറല്ല എന്ന് അദ്ദേഹം ആവർത്തിച്ച് പറയും. അതേസമയം ഈ സുഭാഷ് ചന്ദ്രൻ്റെ നേതൃത്വത്തിലുള്ള ആക്ഷൻ കമ്മിറ്റി പറയുന്നത് എന്താണ്, ഈ സഹോദരൻ ഇക്കാര്യത്തിൽ വിരുദ്ധാഭിപ്രായമുള്ള ഒരാളാണ്. പക്ഷേ യമനിലെ നിയമപ്രകാരം, ഈ ശരിയ നിയമപ്രകാരം കൊല്ലപ്പെട്ട ആൾക്ക് വേണ്ടി കൊന്ന ആൾക്ക് മാപ്പ് കൊടുക്കുന്ന അധികാരം, ആ പ്രിവിലേജ് ആർക്കാണുള്ളത്, ഈ കൊല്ലപ്പെട്ടയാളുടെ അനന്തരാവകാശത്തിൽ ആദ്യത്തെ ലെയറിൽ വരുന്ന ആൾക്കാണ്. ശരിയത്ത് നിയമപ്രകാരം ഒരാൾ കൊല്ലപ്പെട്ട് കഴിഞ്ഞാൽ ഏറ്റവും ഇപ്പോൾ മാതാപിതാക്കൾ ജീവിച്ചിട്ടുണ്ടെങ്കിൽ അവർക്കാണ് എൻ്റെ അനന്തരാവകാശം. അത് കഴിഞ്ഞ് ഭാര്യ, സഹോദരൻ, അങ്ങനെയൊക്കെയാണ്.